ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്ന് ഞാനൊരു ലോങ് വീഡിയോ ഇടാനാണ് കേട്ടോ വിചാരിക്കുന്നത്. രാവിലെ മുതൽ ഏകദേശം ഒരു ഉച്ച വരെയൊക്കെ, അതിലും കൂടുതൽ പോകുമോ നോക്കാം കേട്ടോ. അപ്പോൾ എപ്പോൾ എണീച്ചിട്ടേ ഉള്ളൂ. സമയം കാണിച്ചു തരണോ? ഓക്കെ, 8:16 അപ്പോൾ എണീച്ചിട്ടേ ഉള്ളൂ. ഇന്നലെ കിടക്കാത്ത ലേറ്റായി, അല്ലെങ്കിൽ ഞാൻ നേരത്തെ എണീക്കുന്നൊന്നുമല്ല കേട്ടോ. ഇന്നലെ കുറച്ച് നേരത്തെ എണീച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ അമ്പലത്തേക്ക് പോകാനുള്ള കാരണം കുറച്ച് നേരത്തെ എണീച്ചു. ഒരു 6-6:30 ആകുമ്പോൾ എണീച്ചു. അതുകൊണ്ട് തോന്നും കുറച്ചും കൂടി നേരം ഉറങ്ങണം തോന്നി. അപ്പോൾ ബാക്കി എല്ലാവരും എണീച്ചു പോയിട്ടോ. ഞങ്ങളിപ്പോൾ എല്ലാവരും ഒന്നിച്ചിട്ടാണ് കിടക്കണേ. ബാക്കിയുള്ളവരൊക്കെ എണീച്ചു പോയി. കേശു കുറച്ച് സമയം കൂടി എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് മുന്നേ അവന് എണീച്ചു പോയി. ഞാൻ എല്ലാം അറിയണമൊക്കെ ഉണ്ട്, പക്ഷേ നീക്കാനുള്ള മടി കാരണം ഇങ്ങനെ കിടക്കണം കേട്ടോ. ശരി, നമുക്ക് പോയി നോക്കാം ബാക്കിയുള്ളവരൊക്കെ എന്താ ചെയ്യുന്നത്. ഗൈസ്, ഇതാ അമ്മ ചായ കുടിക്കുന്നു. ഫോൺ പിടിച്ചോണ്ട് മാത്രം എന്നോട് ചിരിക്കുന്നുണ്ട്. കേശു ഇപ്പോൾ ഭയങ്കര മടിയനാണ് കേട്ടോ. പഠിക്കുക എന്ന് പറയുന്നത് അവൻ്റെ ഡിക്ഷണറിയിലേ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. സ്കൂളിലേക്ക് പോകുന്നവരെ കളി, സ്കൂൾ വിട്ട് വന്നാൽ കളി, അത് കഴിഞ്ഞിട്ട് അവൻ ഒന്ന് ചെയ്യുക ഡയറി എഴുതുക മാത്രമാണ്. അതും എന്താ, ഇന്ന് സ്കൂളിൽ പോയി കളിച്ചു വന്നു, സിനിമ കണ്ടു, അങ്ങനെ 3-4 വേർഡ്സ് മാത്രമേ എഴുതുള്ളൂ. ഇന്നലെ വൈകുന്നേരം എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവൻ ഇന്നത്തെ ഡിക്റ്റേഷൻ്റെ കാര്യം പറഞ്ഞത് കേട്ടോ. പക്ഷേ അതിൽ അത്യാവശ്യം ഒരുപാട് വേർഡ്സുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അതവന് മുഴുവനൊന്നും പഠിക്കാൻ പറ്റിയില്ല. മെയിനായിട്ട് അവനൊരു പേടിയില്ല, പഠിക്കണം എന്നുള്ള ഒരു പേടിയൊന്നുമില്ല. പണ്ട് നമ്മൾ ഞാനൊക്കെ പഠിച്ചിരുന്ന കാലത്ത് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ. പരീക്ഷ അല്ലെങ്കിൽ കേട്ടെഴുത്ത് അങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങനെ കുത്തിയിരുന്ന് പഠിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പഠിക്കാതെ സ്കൂളിലേക്ക് പോവുക എന്നുള്ളത് ചിന്തിക്കാൻ പറ്റില്ല കേട്ടോ. പക്ഷേ കേശു ഭയങ്കര ചില്ലാണ്, ഭയങ്കര എന്താ പറയുക, ടെൻഷൻ ഫ്രീ ആണ്. അവൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ നാളെ സ്കൂളിൽ എക്സാമിന് പോകുന്നവരെയും, അതായത് വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് ഇറങ്ങുന്നവരെയും അവൻ TV കണ്ടുകൊണ്ടിരിക്കും. എങ്ങനെ ഇതൊക്കെ സാധിക്കണമോ. അപ്പോൾ ഇന്ന് നമുക്ക് കഴിക്കാനായിട്ട് പുട്ടാണ് കേട്ടോ. പൂള ഉപ്പേരി, നല്ല കോമ്പിനേഷൻ. വീഡിയോയിലുള്ള ഈ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ടല്ലോ, അത് നെബുലൈസറിൻ്റെ ആണ് കേട്ടോ. നിങ്ങൾക്ക് പുട്ട് ഇഷ്ടമാണോ? ആക്ച്വലി ഈ പൂള ഇതിൽ എന്താ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ, ഇതിൻ്റെ റെസിപ്പി അറിയില്ല. സ്കൂളിലേക്ക് പോകാൻ നിൽക്കുവാണ്. യൂണിഫോം ഒന്നും ഇട്ടിട്ടില്ല. യൂണിഫോം ഇതായിരിക്കുന്നു. കേശുനൊന്ന് ഡിക്റ്റേഷൻ ഉണ്ട് കേട്ടോ. ഇതുവരെ കേശു പഠിക്കുകയായിരുന്നു. ഇപ്പോൾ പഠിക്കണില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ അവനെ പിടിച്ചുകൊണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. കേശുവിനാണെങ്കിലോ പഠിക്കാതിരിക്കാനുള്ള കാരണങ്ങൾ കണ്ടെത്തലാണ് അവൻ്റെ മെയിൻ പരിപാടി കേട്ടോ. നമുക്ക് എന്തായാലും അവൻ്റെ അടുത്ത് ഡിക്റ്റേഷൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം, പഠിച്ചിട്ടുണ്ടോ എന്നൊക്കെ. കേശു പഠിച്ചു കഴിഞ്ഞോ? പഠിച്ചു കഴിഞ്ഞോ? എന്തൊക്കെയാന്ന് ഡിക്റ്റേഷൻ എന്തൊക്കെയുള്ളത്? ശരി, കേശുവിന് നേരം വൈകത്ര. എന്നാ കേശു വിട്ടോ. ഉള്ളത് നേരെ 2 വാക്ക് പഠിച്ചോ? 2 കൂടി പഠിക്കാനുള്ള നേരമേ ഉള്ളൂ. അപ്പൊ ഞാൻ പഠിക്കും. കേശുവിനോട് അവൻ്റെ അമ്മ വീണ്ടും 2 അക്ഷരം കൂടി ഇരുന്ന് പഠിച്ചോ എന്ന് പറഞ്ഞിട്ട് പഠിക്കാൻ പറഞ്ഞു വെച്ചിരിക്കുക കേട്ടോ. പക്ഷെ ഈ ഇരുത്തത്തിൽ നല്ലൊരു കള്ളത്തരുണ്ട്. കണ്ടാ അവൻ്റെ കയ്യിലുള്ള ആ പേപ്പർ കഷ്ണം കണ്ടോ? അതെന്താണെന്നറിയോ? കോപ്പി അടിക്കാൻ വേണ്ടി ഒരു ചെറിയ കടലാസിൽ എഴുതി വെച്ചതാണ്. ഇവനിതൊക്കെ എങ്ങനെ പഠിച്ചു ആവോ? ഈ വീട്ടിൽ അവൻ്റെ സകല കള്ളത്തരങ്ങളും എൻ്റെ മുന്നിൽ മാത്രമായിട്ടോ അവൻ എക്സ്പോസ് ചെയ്യുള്ളൂ. ബാക്കിയുള്ളവരടുത്തൊന്നും പറയല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ആംഗ്യങ്ങളൊക്കെ കാണിക്കും. കോപ്പി അടിക്കുന്നത് നല്ലതാണോ ഗൈസ്? കോപ്പി അടിക്കാനും അത്യാവശ്യം നല്ല റിസ്ക് എടുക്കേണ്ടി വരൂല്ലേ? സത്യം പറഞ്ഞാൽ കോപ്പി അടിക്കാൻ എടുക്കുന്ന എഫേർട്ടിനേക്കാൾ നല്ലത് ഇരുന്ന് പഠിക്കുന്നതാണ്. എനിക്കങ്ങനെ തോന്നിയിട്ടുള്ളത് കേട്ടോ. കോപ്പി അടിക്കാനൊക്കെ അത്യാവശ്യം നല്ല ധൈര്യം വേണം. പഠിച്ചത് ഒന്ന് കാണാതെ എഴുതാൻ പറഞ്ഞപ്പോഴേ അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കുക കേട്ടോ, അവിടെ നിന്ന് എവിടെന്നെങ്കിലും എന്തെങ്കിലും കിട്ടുമെന്നൊക്കെ. നേരെ ചൊവ്വ ഇരുന്ന് പഠിക്കാത്തതിൻ്റെ പ്രശ്നമാണ്. പഠിക്കുന്ന സമയത്തൊക്കെ കളിക്കണം എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇവനിപ്പോൾ ശ്രദ്ധ കിട്ടാത്തത് കേട്ടോ. കാണാതെ എഴുതാൻ പറഞ്ഞപ്പോൾ അവൻ എഴുതാൻ കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ കയ്യിൽ ആ പേപ്പർ വെച്ചിട്ടുണ്ടല്ലോ, ആ കുഞ്ഞ് കഷ്ണം പേപ്പറിൽ എഴുതിയിട്ട് അത് നോക്കിയിട്ട് എങ്ങനെയെങ്കിലും എഴുതാൻ പറ്റുമോ നോക്കുകയാണ് കേട്ടോ ഈ കുഞ്ഞു കള്ളത്തരം.
ഇവൻ എങ്ങനെയെന്നാലും ഈ കോപ്പിയുടെ സ്കില്ലൊക്കെ കിട്ടുന്നതാവോട്ടോ. ഇതിപ്പോൾ ഞാനവിടെ കൈമറച്ച് വെച്ചിട്ട് എന്താ കാര്യം? അവൻ്റെ പേപ്പർ നോക്കിയിട്ട് സ്പെല്ലിംഗ് ഒക്കെ നോക്കുകയാണ്, എന്നിട്ട് ഇത് അവിടെ എഴുതുന്നു. അങ്ങനെ കോപ്പി അടിച്ച് എഴുതിയോണ്ടിരിക്കുമ്പോൾ പിന്നിന്ന് ടീച്ചർ വന്ന് അവനെ പൊക്കി. ഒപ്പം തൊണ്ടി മുതലും കൈയോടെ പൊക്കി. ഈ സമയം കൊണ്ട് മര്യാദയ്ക്ക് പഠിച്ചാൽ മതിയായിരുന്നില്ലേ? എന്തൊക്കെയാടാ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത്? കേശു സ്കൂളിൽ പോകാൻ നിൽക്കുവാണ്. ഞാൻ നിങ്ങൾക്ക് ഒച്ചിനെ കാണിച്ചു തരാം. ഒച്ചിനെ, ആഫ്രിക്കൻ ഒച്ചിനെ. വെയിറ്റ്. ഇതേ കണ്ടോ, ഇതാണ് കേട്ടോ ആഫ്രിക്കൻ ഒച്ച്. ഇത് ഇനിയും വലുതാവും കേട്ടോ. കുറച്ചും കൂടിയൊക്കെ ഒരു വലുപ്പത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ വർഷം. ചാത്തന്നൂർ സ്കൂളിൽ എന്തോ പരീക്ഷണത്തിനോ എന്തിനു വേണ്ടി കൊണ്ടുവന്നതാണ് ഈ ആഫ്രിക്കൻ ഒച്ചിനെ. പിന്നെ അത് ഇവിടെയൊക്കെ സ്പ്രെഡായി എന്നൊക്കെയാണ് കേട്ടോ ഞാൻ കേട്ടിട്ടുള്ളത്. എത്രമാത്രം ശരിയുണ്ടെന്ന് അറിയില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ കേശു സ്കൂളിലേക്ക് പോവുകയാണ് കേട്ടോ. പോകുന്നതിൻ്റെ മുന്നേ എൻ്റെ അടുത്ത് അവന് നല്ല ടെൻഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. പക്ഷെ ആ പോക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവന് ടെൻഷൻ ഉണ്ടെന്ന്? ഇനി നമുക്ക് ഈ കോപ്പിടി വീരനെ ടാറ്റയൊക്കെ കൊടുത്ത് സ്കൂളിലേക്ക് പറഞ്ഞു വിടാം. ചിറ്റ കുളിച്ചിട്ടില്ല. ഇവിടുന്ന് ഒരു കുഞ്ഞി തല കാണുന്നുണ്ടല്ലോ. അങ്ങനെ കേശു സ്കൂളിലേക്ക് പോയി. ഇനിയാണ് ഞാൻ എൻ്റെ പണികളിലേക്ക് കിടക്കുന്നത് കേട്ടോ. കാര്യമായിട്ടുള്ള പണികളൊന്നുമില്ല, എന്നാലും അല്ലറ ചില്ലറ പണികളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് ചെയ്ത് തുടങ്ങട്ടെ ഞാൻ. ആദ്യം തന്നെ ഈ ടേബിളൊന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ. കാരണം ഞാൻ ചായ കുടിച്ച് നീച്ചിട്ട് ഇവിടെ ഒന്നും തുടച്ചിട്ടിട്ടില്ല. ഞാൻ ആദ്യം പോയിട്ട് ഒരു തുണിയൊക്കെ എടുത്ത് കൊണ്ടുവന്ന് തുടച്ചു കേട്ടോ. പക്ഷെ നീറ്റായില്ല. പിന്നെ ഞാൻ ആ തുണി തന്നെ ഒന്ന് മുക്കി പിഴിഞ്ഞ് കൊടുന്ന് വീണ്ടും തുടച്ചു കേട്ടോ. അപ്പോഴാണ് നന്നായി ക്ലീൻ ആയതേ. ഈ ഇടയായിട്ട് ഈച്ചകളൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പം അങ്ങനെ കാര്യമായിട്ട് മഴയും പെയ്യുന്നില്ലല്ലോ. 2-3 ദിവസമായി ഇവിടെയൊക്കെ നന്നായി മഴ പെയ്തിട്ടേ. നല്ല വെയിലാണ്. നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാണ്? അമ്മയ്ക്കാണെങ്കിൽ മഴ പെയ്യണില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ടെൻഷനായിട്ടോ. കാരണം ഇവിടെ മഴ പെയ്യുമ്പോൾ മാത്രമേ കിണറ്റിൽ വെള്ളമുള്ളൂ. ഇന്നലെ കറുത്തവാവൊക്കെ ആയിട്ടും മഴ ഒട്ടും പെയ്തില്ല കേട്ടോ. അതെന്താണാവോ? ഇപ്രാവശ്യമാണെങ്കിലോ മഴ തുടങ്ങാൻ തന്നെ കുറച്ച് ലേറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇങ്ങനെ മഴയില്ലാതെ ആയിക്കഴിഞ്ഞാൽ മഴ പെയ്യില്ലേ? പിന്നെ നമ്മുടെ നാട്ടിൽ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ മഴയോട് മഴ, പിന്നെ വെള്ളപ്പൊക്കമൊക്കെ ആയി. മഴ പെയ്തില്ലെങ്കിലോ നല്ല വെയിലും കട്ട ചൂടും ഒക്കെ. മഴ പെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ല ശക്തിയായിട്ട് തന്നെ മഴത്തുള്ളികളൊക്കെ ഭയങ്കര വലിയ മഴത്തുള്ളികളായിട്ടൊക്കെ തോന്നാറുണ്ട്. മഴ പെയ്യുമായിരിക്കും, പെയ്യാതെ എവിടെ പോകാനാ? ഇന്ന് കിച്ചണത്തെ പണികളൊക്കെ ഒരുവിധം കഴിഞ്ഞിറക്കണം കേട്ടോ. നേരത്തെ കഴിഞ്ഞു എന്ന് തോന്നുന്നു. നമ്മൾ പിന്നെ വൈകിയല്ലേ ഇന്ന് എണീച്ചത്. ഇത് ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ എൻ്റെ ഒരു സാധാരണ ദിവസം. അതായത് വർക്കൊന്നും ഇല്ലാതിരിക്കുന്ന ഒരു ദിവസം ഏറെക്കുറെ ഇങ്ങനെയായിരിക്കും. എന്നാൽ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ വരും കേട്ടോ. ചില ദിവസം ഞാൻ രാവിലെ നേരത്തെ എണീച്ച് കുളിച്ചു എന്ന് വരാം. ചില ദിവസം ഇതുപോലെ തന്നെ ഒന്ന് വൈകി എണീച്ച് വളരെ ലേസി ആയിട്ട് ഇരുന്ന് പിന്നെ കുറച്ച് പണിയൊക്കെ എടുത്ത് അപ്പോൾ ഉള്ള ആ ക്ഷീണത്തിൽ പോയി കുളിക്കുക, അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ ചില ദിവസങ്ങൾ. താഴെയൊക്കെ നമ്മൾ അടിച്ചു വാരി കഴിഞ്ഞു. ഇനി മുകളിൽ അടിച്ചു വാരണം. അതുപോലെ തന്നെ ഈ ബക്കറ്റിൽ നിറച്ചും അലക്കാനുള്ള തുണികളാണ് കേട്ടോ. നമ്മൾ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്ന വാഷിംഗ് മെഷീൻ ഇപ്പോൾ മുകളിലാണ് വെച്ചിട്ടുള്ളത്. ആ ഒരു കുഞ്ഞി പാസേജിലെ ഈ വാഷിംഗ് മെഷീൻ കൂടെ കിടക്കുമ്പോൾ ഭയങ്കര കൺജസ്റ്റഡ് ആയിരുന്നു കേട്ടോ. ഇപ്പോൾ ഇത് പുറത്തേക്ക് മാറ്റിയിട്ടുണ്ട്, ഓപ്പൺ ടെറസിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ വാഷിംഗ് മെഷീനിലെ വെള്ളമൊക്കെ പുറത്തേക്ക് കളയാനായിട്ടുള്ള സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ വെള്ളം ഒഴിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നില്ല. അതൊക്കെ ഇപ്പോഴാണ് ഒന്ന് ശരിയാക്കിയത് കേട്ടോ. മറ്റേ നമ്മൾ വെള്ളം ബക്കറ്റിൽ എടുത്തൊഴിക്കുക, അല്ലെങ്കിൽ ഒരു ഓസ് പോലത്തെ ചെറിയ പൈപ്പ് വെച്ച് നിറയ്ക്കുക, അങ്ങനെയൊക്കെ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമുക്ക് പണി കുറച്ചും കൂടി ഈസി ആയി കേട്ടോ. മറ്റേത് അതിനായിട്ട് തന്നെ ഒരാളിങ്ങനെ നിൽക്കണം കേട്ടോ. ഇല്ല ചെങ്ങ, അതായത് നമ്മുടെ ശ്രദ്ധ ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ ഓസ് ഇട്ടിട്ടാണ് വെള്ളം നിറയ്ക്കണതെന്ന് വെച്ചെങ്കിലേ വെള്ളമൊക്കെ നിറഞ്ഞൊഴുകി പിന്നെ നിലത്തൊക്കെ ആകെ വെള്ളമായി. അങ്ങനെ ഒരുപാട് രണ്ടാം പണികൾ ഉണ്ടായിട്ടുണ്ടേ. അങ്ങനെ അലക്കാനൊക്കെ ഇട്ടതിന് ശേഷം ഞാൻ വീണ്ടും താഴത്തേക്ക് വന്നു കേട്ടോ. ഇവിടെ ഡ്രസ്സൊക്കെ ആകെ അലമ്പായിട്ട് കിടക്കുക കേട്ടോ. കേശു ഇങ്ങനെ വലിച്ചു വാരി ഇട്ടിരിക്കുക. കാരണം ഇതിനൊന്നും ഡോർ വയ്ക്കാത്തതുകൊണ്ട് വന്നിട്ട് വലിച്ചു വാരിയിടാൻ സുഖമാണല്ലോ. എൻ്റെ റൂമിൽ എൻ്റെ ഡ്രസ്സുകൾ ഇതിനേക്കാൾ അലമ്പായിട്ടാണ് കേട്ടോ കിടക്കുന്നത്. അത് വേറൊരു ദിവസം വേണം ഇനി ഒതുക്കി വെക്കാനായിട്ട്. ഇതിങ്ങനെ ഓപ്പണായിട്ട് കിടക്കുന്നതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നീറ്റാക്കി വെക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഡോറുണ്ടെങ്കിലും നീറ്റാക്കി വെക്കണം. അതല്ല, ഇതിങ്ങനെ തുറന്ന് കിടക്കുകയല്ലേ. അപ്പോൾ ഗൈസ്, എൻ്റെ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ. അടിച്ചു വാരി, പിന്നെന്താ അലക്കാനിട്ടു. അത് കഴിഞ്ഞിട്ടില്ല, അത് വെള്ളം ഒഴിച്ച് വെച്ചിട്ടേ ഉള്ളൂ. അലക്കിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കിയോട് ചെയ്യാനുണ്ട്. പിന്നെ കുളിക്കാനുണ്ട്. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ആൻഡ് അടുക്കളയത്തെ പണികളൊക്കെ അമ്മ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ചെന്നപ്പോൾ തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു.
എനിക്കന്ന് ഇത്തിരി ലേറ്റായല്ലോ. ആൻഡ് എനിക്ക് കുളിക്കണം പോയിട്ട്. പിന്നെ ഞാൻ ഇതിൻ്റെ ഇടയിൽ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഫോണിൽ സ്റ്റോറേജ് ഫുള്ളെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് തന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഇത് ഒരു സിമ്പിൾ വീഡിയോ ആണ് കേട്ടോ. അതായത് അങ്ങനെ പ്രത്യേകിച്ച് എന്താ പറയുക, നോർമലായിട്ടുള്ള നമ്മളുടെ ഒരു ദിവസം എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണു. എല്ലാ ദിവസങ്ങളും ഒരുപോലെ ഒന്നും ആവില്ല. കാരണം ചില ദിവസം ഞാൻ നേരത്തെ നീച്ചെന്ന് വരും, ചില ദിവസം നീച്ചപാടെ കുളിച്ചു എന്ന് വരും. അപ്പോൾ എൻ്റെ ഒരു നോർമൽ ഡേയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെൻ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ പോലെ ഇരിക്കില്ല ചിലപ്പോൾ നാളെ. ചിലപ്പോൾ ഞാൻ നാളെ നന്നായി എന്ന് വരാം, ചിലപ്പോൾ ഇന്ന് വൈകിട്ട് നന്നായി എന്ന് വരാം. പെട്ടെന്നായിരിക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംഭവിക്കുക. ആൻഡ് അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം, അതായത് ഈ ഇടയായിട്ട് ഉള്ള ദിവസങ്ങളൊക്കെ ഏകദേശം ഇങ്ങനെ തന്നെ ആയിരുന്നു. കുറച്ച് നേരം വൈകി എണീക്കുക, വീട്ടിലത്തെ അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുക, അത്രയൊക്കെ തന്നെ ആയിരുന്നു. ബാക്കിയുള്ള വീഡിയോസ് പിന്നെ എപ്പോഴെങ്കിലും ഞാൻ പോസ്റ്റ് ചെയ്യാം. അമ്മയുടെ മിക്സി ഓണാക്കിയിട്ടുണ്ട്, സൗണ്ട് കേൾക്കുമോ എന്നറിയില്ല. ആൻഡ് പിന്നെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇനി എനിക്ക് പോയി കുളിക്കുകയാണ് ചെയ്യാനുള്ള ഒരു പരിപാടി. കുളി കഴിഞ്ഞിട്ട് ഇനി എങ്ങോട്ടേലും പോകാനുണ്ടോ എന്നറിയില്ല. പോകാനുണ്ടായിരിക്കും. ഇന്നലെ നമ്മൾ വില്ലേജ് ഓഫീസിലൊക്കെ പോയിട്ട് ഈ സ്ഥലത്തിൻ്റെ നികുതിയൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനി ഒരു എൻജിനീയറുടെ അടുത്ത് കൊടുക്കണം. നമുക്ക് വീടിൻ്റെ നമ്പർ ഇടാനുണ്ട്. ഇതുവരെ നമുക്ക് വീടിൻ്റെ നമ്പർ കിട്ടിയിട്ടില്ല. അപ്പോൾ അത് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ പുറത്ത് പോകാനുണ്ടായിരിക്കും. പുറത്ത് പോകുമ്പോൾ വീഡിയോ എടുക്കലൊന്നും എനിക്കങ്ങനെ ഫുള്ളായിട്ട് എടുക്കലൊന്നും നടക്കില്ല. പിന്നെ ഇപ്പോഴത്തെ ഒരു ഇത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. കേട്ടു ഇങ്ങനെ പബ്ലിക്കിൽ നമ്മൾ വീഡിയോ എടുക്കുന്നത് കുറച്ച് റെസ്ട്രിക്റ്റഡ് ആണെന്ന്. അപ്പോൾ നമ്മളിനി പബ്ലിക് എന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങി കഴിഞ്ഞാലൊക്കെ പബ്ലിക് ആയല്ലോ. അപ്പോൾ നമ്മളെ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ വേറെ ആരുടെയും വീഡിയോ എടുത്തു കഴിഞ്ഞാൽ പ്രശ്നമാവും. അതാണോ അവർ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഇങ്ങനത്തെ വല്ല ഒരു എന്താ പറയുക പബ്ലിക് പ്രോഗ്രാംസിൽ വീഡിയോ എടുക്കാൻ പാടില്ല എന്നാണോ ഉദ്ദേശിക്കുന്നതെന്നും അറിയില്ല. അതുകൊണ്ട് ഞാൻ പുറത്തുനിന്ന് ഇപ്പം അങ്ങനെ വീഡിയോസൊന്നും അത് ശരി, ടാറ്റ, ബൈ ബൈ.